അങ്ങനെ നമ്മുടെ രോഹിത്ത് ഒരു വലിയ കെണിയിൽ അകപ്പെടുകയും നമ്മുടെ വൈജയന്തിയെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ സ്റ്റോറിയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഹരി രോഹിത്തിനെ കൊണ്ട് ബാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഹരി രോഹിത്തിനോട് പറയും, എടാ നീയൊക്കെ എന്ത് പുരുഷനാടാ, നീ ഇതുവരെയായിട്ടും ഒരു പെണ്ണിനെ തൊട്ടിട്ടില്ലല്ലോ. അന്നേരം രോഹിത്ത് പറയും, തൊട്ടിട്ടൊക്കെ ഉണ്ട് എന്റെ റൂബിയെ, പക്ഷെ കൂടുതലായിട്ടൊന്നും നടന്നിട്ടില്ല. അങ്ങനെയൊക്കെ നടക്കാൻ വേണ്ടി അവളെ ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് എന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി. അന്നാണ് ആ അലീന, ആ നാശം പിടിച്ചവൾ, അച്ഛനെ വിളിച്ചു വരുത്തി ഞങ്ങളെ കൈയോടെ പൊക്കിയത്. ഹോ, നീ ആ നാശം പിടിച്ചവളുടെ പേര് പറയലടാ. അവളുടെ പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് ദേഷ്യാണ്. എന്തായാലും അവൾക്ക് ഞാനൊരു കെണി ഒരുക്കുന്നുണ്ട്. അവളെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അവളെ ഞാൻ മോഹിച്ചതാണ് എന്നൊക്കെ ഹരി പറയുമ്പോ രോഹിത് ചോദിക്കും, എടാ നീ എന്താണ് അവളെ ചെയ്യാൻ പോകുന്നത്? അവൾ ഹരി ചിരിച്ചോണ്ട് പറയും, പകൽ സമയത്ത് അവൾ ഒറ്റയ്ക്കാണല്ലോ ഇപ്പൊ വീട്ടിലുണ്ടാവാറ്. മുത്തശ്ശി ഇപ്പൊ അവിടെ ഇല്ലല്ലോ. എന്തിനും തയ്യാറായിട്ടുള്ള ആൺപിള്ളേരെ കൂട്ടി ഞാനൊരു ദിവസം അങ്ങോട്ട് വരും നിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ഞങ്ങൾ അവളെ അറിയാതെ തന്നെ വീട്ടിനകത്ത് കയറി പറ്റും. അവിടെ വെച്ച് എന്റെ ആഗ്രഹങ്ങൾ മൊത്തം ഞാൻ തീർക്കുകയും ചെയ്യും. എല്ലാ വാതിലും അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്നതൊന്നും ആരും തന്നെ അറിയാൻ പോകുന്നില്ല. അപ്പൊ രോഹിത് ചോദിക്കും, എടാ അത് പ്രശ്നാവില്ലേ? നീ വിചാരിക്കുന്ന പോലെയല്ല അലീന. എന്തായാലും നീ ഈ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഇത് പോലീസ് കേസൊക്കെ ആയാൽ നീ പിന്നെ ജീവിതകാലം മുഴുവൻ ജയിലിനകത്തായിരിക്കും. ഹോ, അതൊന്നും കുഴപ്പമില്ലടാ എന്നൊക്കെ ഹരി പറയും. എന്നിട്ട് ഹരി രോഹിത്തിനോട് പറയും, എടാ അതൊക്കെ അവിടെ നിക്കട്ടെ, നീ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരെണ്ണത്തിന് ഏർപ്പാടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോ രോഹിത് ചോദിക്കും, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ഹോ, അവനൊന്നും മനസ്സിലായില്ല. എടാ നീ നാളെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വാ. അവിടെ നിന്നെ ഒരു പെൺകുട്ടി കാത്തിരിക്കും. അവള് നിനക്ക് എന്തു ചെയ്തു തരും. അവ രോഹിത്താടൊന്ന് ഞെട്ടുന്നുണ്ട്. എടാ അതൊക്കെ വേണോ? അതൊക്കെ പ്രശ്നാവോ? അവള് കംപ്ലൈന്റ് കൊടുത്താലോ? ഏയ് അതൊന്നും ഇല്ലടാ, അവള് കംപ്ലൈന്റ് കൊടുക്കാതിരുന്നാ പോരെ. അതിനുള്ള വഴിയൊക്കെ ഞാൻ സെറ്റാക്കി തരാം. അവളുടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെക്കാം. അത് കാണിച്ചോണ്ട് അവളെ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാം. ഇതൊക്കെ കേൾക്കുമ്പോ രോഹിത്തിന് അവിടെ നല്ല ടെൻഷൻ ഉണ്ട്. രോഹിത്തിന്റെ മനസ്സിൽ ഇതൊന്നും വേണ്ട വേണ്ട എന്നുള്ള ചിന്തകൾ മാത്രമാണ് വരുന്നതെങ്കിലും ഹരി അങ്ങോട്ട് നിർബന്ധിക്കും. ഒടുക്കം രോഹിത് സമ്മതിക്കാണ്. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ അവൾ അതിനൊക്കെ സമ്മതിക്കോ? അവൾ എനിക്ക് നിന്ന് തരോ? അതൊക്കെ ഞാൻ ഏറ്റടാ. അവളെ ഞാൻ നിനക്ക് വേണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നാളെ നിന്റെ ദിവസാണ് എന്നൊക്കെ പറയാണ് ഹരി. അപ്പോൾ രോഹിത്തിന്റെ ഉള്ളിൽ നല്ല ടെൻഷൻ ആയിരിക്കും. എടാ ഇത് ആരെങ്കിലും അറിഞ്ഞാലോ? ഇത് നാട്ടുകേസാവില്ലേ? ഞാൻ പിന്നെ ജീവിച്ചിരിക്കേണ്ടി വരില്ല. അച്ഛൻ എന്നെ കൊല്ലും. ഹോ, അങ്ങേരോട് പോവാൻ പറയടാ. നിന്റെ അച്ഛനാൾ അത്ര പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. നിന്റെ അച്ഛനാ മറ്റവളെ അലീനയും കൂടെ പൊറപ്പിക്കല്ലേ. അതുകൊണ്ട് അയാൾ നിന്നോട് ചൊക്കും ചെയ്യില്ലടാ. നീ ഞാൻ പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞ് ഹരി അങ്ങോട്ട് രോഹിത്തിനെ ഈ വൃത്തികേടുകളൊക്കെ നിർബന്ധിപ്പിക്കാണ്. അങ്ങനെ പിന്നീട് ഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ട് രോഹിത് കുറച്ചധികം മദ്യപിക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി ഒരു 9 മണിയൊക്കെ ആവുമ്പോ കുടിച്ച് ലെക്ക് കെട്ട് രോഹിത് വരും. രോഹിത്തിന്റെ മട്ടുപാവുന്ന അടപ്പൊക്കെ കാണുമ്പോ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. ഈശ്വര, ഇവൻ കുടിച്ചിട്ടുണ്ടല്ലോ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൻ നശിക്കാനായിട്ട് തീരുമാനിച്ചോ എന്നൊക്കെ അലീന തനിയെ പറയും. അപ്പോഴേക്ക് രോഹിത് റൂമിൽ കയറി വാതിലൊക്കെ അടച്ചിട്ടുണ്ടാകും. അങ്ങനെ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോ ബാലേന്ദ്രൻ വരും. അലീന ബാലേന്ദ്രനെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ട്. എന്നിട്ട് അലീന ചോദിക്കും, അച്ഛൻ എന്താ ഇന്ന് വരാൻ ലേറ്റ് ആയേ? ഹോ, അതോ ഹോസ്പിറ്റലിൽ ഒന്ന് തല കാണിക്കേണ്ട മോളെ. അത് ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ ഒരു കടമയല്ലേ. അന്നേരം അലീന പറയുന്നുണ്ട്, ഭർത്താവ് ഉദ്യോഗസ്ഥന്റെ കടമ മാത്രം നോക്കിയാ പോരാ അച്ഛാ, അച്ഛൻ ഉദ്യോഗസ്ഥന്റെ കടമ കൂടി അച്ഛൻ നോക്കേണ്ടതുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ അവിടെ ഒന്ന് പുരികം പൊക്കും. അപ്പോഴൊക്കെ അലീനയുടെ മുഖത്ത് നല്ല ഗൗരവമായിരിക്കും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, എന്ത് പറ്റി മോളെ? അച്ഛൻ ഇനി മുതൽ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോ ഇവിടെ വന്നിട്ട് പോകണം. മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്നുണ്ടോ? ആരൊക്കെ എത്തി? ആരാണ് വരാത്തത്? എന്തുകൊണ്ടാണ് ലേറ്റ് ആയത് എന്നൊക്കെ അച്ഛൻ തിരക്കണം. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, ആരാ മോളിന്ന് വൈകിയെത്തിയത്? രോഹിത്താണോ? അതെ അച്ഛാ, രോഹിത് ഇന്ന് രാത്രി 9 മണിക്കാണ് കേറി വന്നത്. പോരാത്തതിന് അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. എന്താ രോഹിത് മദ്യപിച്ചെന്നോ? മോളെ നീ അവനൊന്ന് വിളിച്ചേ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ബാലേന്ദ്രൻ പറയുമ്പോ അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, അച്ഛൻ ഇനിയിപ്പോ അവരോട് വഴക്കിനൊന്നും പോകേണ്ട. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ അത് വഴക്കില അവസാനിക്കുള്ളൂ. അവര് സ്കൂള് വിട്ടു വരുന്ന സമയമാകുമ്പോഴേക്കും അച്ഛൻ ഇവിടെ വരാൻ പറ്റുകയാണെങ്കിൽ വരണം എന്നൊക്കെ അലീന പറയുമ്പോ ബാലേന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അതിരാവിലെ ആയപ്പോ രോഹിത്തിന്റെ ഫോണിലേക്ക് ഹരി വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എടാ നീ ഇതുവരെയായിട്ടും എഴുന്നേറ്റില്ലേ? ഇല്ലടാ, നീ എന്താ വിളിച്ചേ? അപ്പോൾ ഹരി പറയും, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ മറന്നോ? ഇന്ന് നീ അവളുടെ അടുത്തേക്ക് പോവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ രോഹിത് ടെൻഷൻ കാരണം നഖമൊക്കെ കടിച്ചിട്ട് പറയും, എടാ ഇന്ന് എനിക്കൊരു മൂഡില്ല, നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് ആക്കിയാലോ എന്നൊക്കെ രോഹിത് ചോദിക്കുമ്പോ ഹരി പറയും, അടുത്ത ആഴ്ച നിന്റെ അച്ഛനോട് പറഞ്ഞാൽ മതി. ഞാൻ എന്താടാ നിന്റെ സൗകര്യത്തിന് കൊണ്ടുതരാൻ ഇതിന്റെ ഏജന്റ് ആണോ എന്നൊക്കെ ദേഷ്യത്തിൽ ഹരി ചോദിക്കുമ്പോ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് മൂഡില്ല ഹരി, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിക്കോ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് രോഹിത്.
അന്നേരം ഹരി ചോദിക്കും, നിനക്ക് നട്ടിലുണ്ടോടാ പട്ടി, നീയൊക്കെ എന്തിനാണ് ആണാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വീരു എന്നെല്ലാം ഹരി പറയുമ്പോ രോഹിത്തിന് അത് നന്നായിട്ട് കൊള്ളുന്നുണ്ട്. ഒരു നിമിഷം രോഹിത് ഒന്ന് ആലോചിക്കും, എന്നിട്ട് പറയും, ഞാൻ വരാം. ഇന്ന് എപ്പോഴാ പോകേണ്ടത്, എവിടേക്കാണ് പോവേണ്ടത് എന്നൊക്കെ നീ പറഞ്ഞാ മതി, ഞാൻ എത്തിക്കോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ ഫോണ് വെക്കും. രോഹിത്തിന്റെ ഉള്ളിലാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. പിന്നീട് രോഹിത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനായിട്ട് വരും. രോഹിത് വരുന്ന അതേ സമയത്ത് തന്നെ ബാലചന്ദ്രനും കഴിക്കാനായിട്ട് വരുന്നുണ്ട്. അലീന അവർക്ക് രണ്ടുപേർക്കും ഫുഡ് വിളമ്പും. രോഹിത് കഴിച്ചു തുടങ്ങുമ്പോ ബാലേന്ദ്രൻ പറയും, നീ ഇന്ന് കോളേജിൽ പോണ്ട, നീ ഇന്ന് ഇവിടെ വേണം. ഇത് കേട്ട് രോഹിത് ഒന്ന് ഞെട്ടുന്നുണ്ട്. അയ്യോ, ഇന്നത്തെ പദ്ധതി എങ്ങാനും അച്ഛൻ അറിഞ്ഞു കാണുമോ എന്നൊക്കെ രോഹിത് ഒരു നിമിഷമാണ് ചിന്തിച്ചു പോകും. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഒന്നും പറയാത്തത്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അത് പിന്നെ അച്ഛാ, ഞാൻ എന്തിനാണ് ഇന്ന് കോളേജിൽ പോവാതെ ലീവ് ആക്കുന്നേ? അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇന്ന് ചിലപ്പോ നിന്റെ അമ്മയെ ഡിസ്ചാർജ് ആക്കും, ആംബുലൻസിലാണ് കൊണ്ടുവരിക. രണ്ട് കാലിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് കൊണ്ട് കാല് മടക്കാനൊന്നും പറ്റില്ല. ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റാനും ഇവിടെ വരുമ്പോ താങ്ങിയെടുത്ത് കൊണ്ടുപോയി കിടത്താനും ഒന്നോ രണ്ടോ പേരൊന്നും പോരാ. എനിക്ക് എന്തായാലും അധികം ഭാരം താങ്ങാൻ പറ്റില്ല. പിന്നെയുള്ളത് അലീനയാണ്. അവള് തനിച്ച് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോ രോഹിത് പറയും, അച്ഛാ എനിക്കിന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഒരു ക്ലാസ് മിസ്സായാൽ പിന്നെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രോഹിത് നൈസായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു ദിവസം ക്ലാസ് അല്ലേ, അതങ്ങ് പോയിക്കോട്ടെ. അതിന്റെ പേരിലെങ്ങാനും നീ തോറ്റുപോയാൽ അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അയ്യോ അച്ഛാ, അതൊന്നും പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ വാശി പിടിക്കുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, നിനക്ക് നിന്റെ ക്ലാസ് ആണോ നിന്റെ അമ്മയാണോ വലുത്? അപ്പൊ രോഹിത്തിന് കാര്യം മനസ്സിലായി, അച്ഛനോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. രോഹിത് ദേഷ്യത്തോടു കൂടി ഫുഡൊക്കെ മതിയാക്കി റൂമിലേക്ക് പോകും. അന്നേരം ബാലേന്ദ്രനും ഫുഡൊക്കെ മതിയാക്കി ഹോസ്പിറ്റലിൽ പോവാൻ തയ്യാറാവാണ്. എന്നിട്ട് രോഹിത്തിനെയും കൂട്ടി ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ എത്തും. ഡോക്ടറെ കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, വൈജയന്തിന്ന് ഡിസ്ചാർജ് ആക്കാമല്ലോ അല്ലേ ഡോക്ടറെ? ഇന്ന് വേണമെങ്കിൽ ഡിസ്ചാർജ് ആക്കാം, കുറെ മെഡിസിൻ ഒക്കെ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയും. അങ്ങനെ ബാലേന്ദ്രനും രോഹിത്തും വൈജയുടെ അടുത്തേക്ക് പോകും. രോഹിത്തിനെ കാണുമ്പോ വൈജയന്തിക്ക് നല്ല സന്തോഷാവുന്നുണ്ട്. എന്ന ബാലേന്ദ്രനെ കാണുമ്പോ ഒരു പുച്ഛഭാവത്തോട് കൂടെ ആയിരിക്കും നോക്കുക. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് ഇന്ന് നിന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹോ, എന്നിട്ട് എന്നോട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ, വേണമെങ്കിൽ ഡിസ്ചാർജ് ആക്കാന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്നൊക്കെ ഒരു കുത്തുന്ന പോലെ വൈജയന്തിയാണ് പറയുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, നിനക്കിപ്പോ എന്താ വേണ്ടത്, ഡിസ്ചാർജ് ആക്കണോ വേണ്ടയോ? അന്നേരം വൈജി ചോദിക്കും, ഇവിടുന്ന് ഡിസ്ചാർജ് ആയാൽ ഞാൻ പിന്നെ എവിടെ താമസിക്കും? നീ എവിടെ താമസിക്കാൻ, നീ കടപ്പാട്ടുവിൽ താമസിക്കണം. അവിടെയല്ലേ നിനക്ക് മൂന്ന് മക്കളും നിന്റെ ഭർത്താവ് എന്ന വേഷം കെട്ടുന്ന ഞാനൊക്കെ ഉള്ളത്. അപ്പൊ വൈജ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ആ നാശം പിടിച്ച അലീനെ അവിടുന്ന് അടിച്ചു പുറത്താക്ക്. അവൾ ആ വീട്ടിൽ നിന്ന് പോകാതെ ഞാൻ ആ ഒരു വീട്ടിലേക്ക് വരുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾക്ക് അവളാണോ ഞാനും എന്റെ മക്കളാണോ വലുത്? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം എന്നൊക്കെ ശബ്ദമുയർത്തി വൈജ പറയുമ്പോ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് നിന്നോട് മത്സരിക്കാനല്ല ഞാനിപ്പോ ഇവിടെ വന്നത്. നിന്നെ ഇന്ന് ഡിസ്ചാർജ് ആക്കി നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാനും രോഹിത്തും ഇന്ന് ഇവിടെ വന്നത്. ഹോ, അപ്പൊ നിങ്ങൾ ആ നാശം പിടിച്ചവളെ അവിടുന്ന് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ? നാളുണ്ടോ നിങ്ങൾക്ക് സ്വന്തം മക്കൾ നിൽക്കെ ആ വേലക്കാരിയുമായിട്ട് അഴിഞ്ഞാടി നടക്കാൻ? ഛേ, എടി നിന്റെ പിഴച്ച നാവ് കൊണ്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് നിന്റെ കരണം ഞാൻ പൊട്ടിക്കും. ആരടി പിഴച്ചത്? അത് നീയൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നിനക്ക് എന്റെ കൂടെ വരുന്നെങ്കിൽ വരാം, അല്ലെങ്കിൽ നീ എവിടേക്കാന്ന് വെച്ചാ പോയിക്കോ എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ പിന്നീട് ഡോക്ടർ അങ്ങോട്ട് വരും. എന്നിട്ട് വൈജോട് ചോദിക്കും, നിങ്ങൾക്കിപ്പോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആക്കാം. അപ്പൊ വൈജ പറയും, അയ്യോ ഡോക്ടറെ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല, നല്ല ശ്വാസതടസ്സമൊക്കെ ഉണ്ട്, കാലിന്റെ നട്ടലിൽ ഭയങ്കര പെയിന്. ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീട്ടിലേക്ക് പോയാൽ നാളെ തന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞു മതി ഡിസ്ചാർജ്. ക്യാഷ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഡോക്ടർ പറയും, ഓക്കെ, ശ്വാസതടസ്സമൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് കൂടി നടത്തണം, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് മരുന്നൊക്കെ എഴുതി ഡോക്ടർ അങ്ങ് പോവാണ്. അന്നേരം ബാലേന്ദ്രനും പുറകെ പോയിട്ട് ചോദിക്കും, ഡോക്ടറെ അപ്പൊ ഇന്ന് ഡിസ്ചാർജ് ഇല്ലേ? ഇല്ല, വൈഫിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് കൂടി നടത്തേണ്ടി വരും. ഇപ്പൊ തൽക്കാലം ഡിസ്ചാർജ് ഇല്ല എന്നൊക്കെ ഡോക്ടർ പറയുമ്പോ ബാലേന്ദ്രൻ അന്തം വിട്ട് നിൽക്കാണ്. വൈജയുടെ കള്ളത്തരം ഡോക്ടർക്ക് മനസ്സിലായില്ലല്ലോ, വേദനയും ശ്വാസമുട്ടലൊക്കെ അവളുടെ വെറും അഭിനയമാണെന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചോണ്ട് ബാലേന്ദ്രൻ അവിടെ ഒരു നിമിഷം നിൽക്കും. അങ്ങനെ പിന്നീട് രോഹിത് അങ്ങോട്ട് വരും, അച്ഛാ അമ്മയെന്ന് എന്തായാലും ഡിസ്ചാർജ് ആക്കുന്നില്ലല്ലോ, ഞാൻ എന്തായാലും കോളേജിലേക്ക് പോവാണ്. അപ്പൊ ബാലേന്ദ്രൻ പറയും, എന്നാ നീ അവിടെ നിക്ക്, ഞാനും വരാം. നീ ഇവിടുന്ന് എങ്ങനെ പോകാനാ, നിന്റെ ബൈക്ക് എടുത്തിട്ടില്ലല്ലോ? ഹോ, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, ഞാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയിക്കോളാം, എന്നിട്ട് ബുക്കെല്ലാം എടുത്ത് വണ്ടി എടുത്ത് ഞാൻ കോളേജിലേക്ക് പോയിക്കോളാം എന്നെല്ലാം പറഞ്ഞോണ്ട് രോഹിത് വേഗം അവിടുന്ന് പോവാണ്. രോഹിത്തിന്റെ ഒരു പോക്ക് കാണുമ്പോ തന്നെ ബാലേന്ദ്രന് ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇവൻ അത്ര വലിയ പഠിപ്പൊന്നുമല്ലല്ലോ, സാധാരണ ക്ലാസ് കട്ടാക്കിയാണ് നടക്കാറുള്ളത്. ഇപ്പോൾ ഇത് എന്തു പറ്റി എന്നൊക്കെ ചിന്തിക്കാണ് ബാലേന്ദ്രൻ.
പിന്നീട് ബാലേന്ദ്രൻ വൈദ്യരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. കൊള്ളാടി നിന്റെ അഭിനയം, ഞാൻ സമ്മതിച്ചു നിന്നെ. ഇവിടെ കിടക്കാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് നീ നന്നായിട്ട് അഭിനയിച്ചു. അപ്പോ വൈദ്യൻ ഒരു പുച്ഛഭാവത്തോടെ ബാലേന്ദ്രനെ നോക്കിയിട്ട് ചിരിച്ചോണ്ട് പറയും, പിന്നെ പിന്നെ നിങ്ങളെ പോലെ മന്ദബുദ്ധിയാണ് ഞാനെന്ന് നിങ്ങൾ കരുതിയോ? കടപ്പാട്ടൂരിലെ ചെറ്റക്കുടിയിലല്ല ഈ വൈജയന്തി ജനിച്ചത്. ഒരു രാജകുമാരിയെ പോലെയാണ് ഞാൻ അവിടെ വളർന്നത്, അല്ലാതെ നിങ്ങളെ പോലെ സെർവന്റ് ആയിട്ടല്ല എന്നൊക്കെ വൈജയന്തി പറയുമ്പോ, ഹോ പിന്നെ ഈ കൊട്ടാരത്തിലുള്ള രാജകുമാരിയെ കെട്ടാൻ വേറെ ആരും വരാഞ്ഞത് എന്താടി? നീ വല്ല കുഴപ്പത്തിലും ചാടിയോ എന്ന് ചോദിക്കാണ് ബാലേന്ദ്രൻ. ഇത് കേൾക്കുമ്പോ വൈജൊന്ന് പതറുന്നുണ്ട്. നീ ആരെ മണ്ടനാക്കാൻ നോക്കിയാലും ഈ ബാലേന്ദ്രനെ മണ്ടനാക്കാമെന്ന് നീ കരുതേണ്ടടി. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ, നിന്റെ അഹങ്കാരൊക്കെ ഞാൻ നിർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ പോവാണ്. അന്നേരം വൈജ ബാലേന്ദ്രൻ അങ്ങ് തുറിച്ചു നോക്കും. ബാലേന്ദ്രനാണെങ്കിൽ ഒന്ന് മൈൻഡ് പോലും ചെയ്തങ്ങ് പോകും. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഓട്ടോ ഒക്കെ പിടിച്ച് കടപ്പാട്ടൂരിൽ വീട്ടിലെത്തും. എന്നിട്ട് ബെല്ലടിക്കുമ്പോൾ അലീന വന്ന് വാതിലൊക്കെ തുറക്കാണ്. അലീന പുറത്തേക്ക് നോക്കുമ്പോ രോഹിത് അല്ലാതെ വേറെ ആരെയും കാണില്ല. അലീന ചോദിക്കുന്നുണ്ട്, രോഹിത്തെ അമ്മ അച്ഛനൊന്നും വന്നില്ലേ? അന്നേരം രോഹിത് അലീനയോടൊന്നും പറയാതെ മുകളിലേക്ക് കയറി ബുക്കും വണ്ടിയുടെ കീയെല്ലാം എടുത്ത് താഴേക്ക് ഇറങ്ങും. അപ്പോൾ അലീന വീണ്ടും ചോദിക്കുന്നുണ്ട്, രോഹിത്തെ നീ ഞാൻ ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ലല്ലോ, അവരൊക്കെ എവിടെയെന്ന് അലീന വീണ്ടും ചോദിക്കുമ്പോ രോഹിത് അവിടെ ഒരു പുച്ഛഭാവത്തോടെ അലീനയെ നോക്കിയിട്ട് അങ്ങ് പോകാൻ നിൽക്കും. അന്നേരം അലീന രോഹിത്തിന്റെ കൈ പിടിച്ചു പറയും, നിനക്ക് എന്താ മോനെ എന്നോട് സംസാരിച്ച? നീ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ലേ? ഞാൻ വൃത്തിയാക്കിയ റൂമിലല്ലേ നീ കിടക്കുന്നത്? അയൺ ചെയ്ത ഡ്രസ്സൊക്കെ ഇടുന്നില്ലേ? അതൊക്കെ നിനക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതിന് മാത്രം നീ ഒന്നും പറയുന്നില്ല എന്നൊക്കെ അലീന രോഹിത്തിനോട് ചോദിക്കാണ്. അപ്പൊ രോഹിത് പറയും, നീ ഒറ്റയെടുത്തി കാരണാടി എന്റെ അമ്മ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. നീ ഇവിടുന്ന് പോയാൽ മാത്രമേ അമ്മ ഇങ്ങോട്ട് വരികയുള്ളൂ. അതുവരെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞോളാം എന്നാണ് അമ്മയുടെ പ്ലാന് എന്നൊക്കെ പറഞ്ഞ് രോഹിത് പോവാണ്. പോകുമ്പോ രോഹിത് ഇങ്ങനെ പെറു പെറുക്കുന്നുണ്ട്. അച്ഛനെ വശീകരിച്ചു, ഈ വീടും ഇവിടുത്തെ പൈസ എല്ലാം കൈ അടക്കി വെച്ചിട്ട് ഇനി അമ്മയുടെ വിവരം അന്വേഷിക്കാൻ വന്നിരിക്കുവാണ് അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രോഹിത് പോകുന്നത്. രോഹിത് പറഞ്ഞത് അലീന കേൾക്കുന്നുണ്ട്. രോഹിത് പോയ ശേഷം അലീന അവിടെ പൊട്ടിക്കരയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത് ഹരി പറഞ്ഞ പ്രകാരം ആൾതാമസമില്ലാത്ത ഒരു വീട്ടിലെത്തും. അവിടെ ഹരിയും ഹരിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ശരണ്യൊക്കെ ഉണ്ടായിരിക്കും. രോഹിത്തിനെ കണ്ട് ഹരി പറയും, രോഹിത്തെ ഇതെന്റെ ശരണ്യാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് രോഹിത്തിന് ഹരി അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കാണ്. എന്നിട്ട് രോഹിത്തിന്റെ ചെവിയിൽ പോയിട്ട് പറയുന്നുണ്ട്, എടാ മോനെ ഇതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഐറ്റം. ഇനി കുറച്ചു സമയം ഇവള് നിനക്ക് സ്വന്താണ്, ഇവളെ നിനക്ക് എന്ത് വേണേലും ചെയ്യാ എന്നൊക്കെ ഹരി രോഹിത്തിനോട് പറയും. അവ രോഹിത്തിന്റെ മനസ്സ് ആ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ആകെ ടെൻഷനിലാണ് രോഹിത്ത്. അങ്ങനെ ഹരി പറഞ്ഞ പ്രകാരം ഹരിയുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം വരും. ഇവര് വരുന്നത് ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ പകർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാരും എത്തിയ ശേഷം ഹരിയുടെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് ആ പാവം പെൺകുട്ടിയെ കെട്ടിയിടും. അപ്പോൾ ആ ഒരു പെൺകുട്ടി ശരണ്യെ ചോദിക്കും, ഹരിയേട്ടാ ഇതൊക്കെ എന്താണ്? എനിക്ക് പേടിയാകുന്നു, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. അപ്പൊ ചതിയനായിട്ടുള്ള ഹരി അവളോട് പറയുന്നുണ്ട്, അടങ്ങി നിക്കടി, നിന്നെ കുറച്ചു സമയം ഞങ്ങൾക്കെല്ലാം വേണം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ തീർന്ന ശേഷം നിന്നെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടുപോയി വിടാം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരെല്ലാം ചേർന്ന് ആ പെൺകുട്ടിയെ നശിപ്പിക്കാണ്. രോഹിത് പറയും, എടാ ഹരി ഞാനില്ല, പാവാടാ, അവളെ വെറുതെ വിട്ടേക്ക്. എടാ മോനെ നീ ഇപ്പൊ കാല് മാറണോ? നിനക്ക് വേണ്ടി മാത്രാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ മര്യാദയ്ക്ക് വന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുമ്പോ രോഹിത്തും അവർക്കൊപ്പം കൂടി ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീട് രോഹിത് രാത്രി നല്ല ലേറ്റ് ആയിട്ടായിരിക്കും വീട്ടിലെത്തുക. ആകെ ടെൻഷനായിട്ട് രോഹിത്തിന്റെ മുഖമൊക്കെ വല്ലാതായിട്ടുണ്ടാകും. അപ്പോൾ അലീന ചോദിക്കും, എന്താ മോനെ നീ എന്താ വരാൻ ലേറ്റ് ആയേ? നിന്റെ മുഖമൊക്കെ എന്താ വല്ലാതെ ഇരിക്കുന്നേ എന്നൊക്കെ അലീന ചോദിക്കാണ്. അപ്പൊ രോഹിത് പറയും, നീ ആരടി എന്നെ ചോദ്യം ചെയ്യാനായിട്ട്? നിന്റെ ചോദ്യം പറച്ചിലൊക്കെ എന്റെ അച്ഛന്റെ അടുത്ത് മതി. അച്ഛനെ വശീകരിച്ച പോലെ എന്നെ വശീകരിക്കാന്ന് നീ കരുതേണ്ടടി എന്നെല്ലാം പറഞ്ഞോണ്ട് രോഹിത് അങ്ങ് കയറി പോകാണ്. അപ്പൊ തന്നെ അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ ഒരു പ്രശ്നത്തിൽ അവൻ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നൊക്കെ തനിയെ പറയണ അലീന. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അതിരാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കാനായിട്ട് വരും. രോഹിത് മാത്രം വരുന്നില്ല. എന്നിട്ട് അലീന കൃഷ്ണമോളോട് പറയും, മോളെ നീ പോയിട്ട് രോഹിയെ വിളിച്ചു വാ, അവൻ ഇന്നലെ രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴും കഴിക്കാനായിട്ട് വന്നിട്ടില്ല. അവൻ രാത്രി വന്നപ്പോ തന്നെ നല്ല മൂഡ് ഓഫ് ആണ്. ഞാൻ വിളിച്ചാൽ അവൻ എന്തായാലും വരില്ല, അതുകൊണ്ട് മോള് പോയി വിളിച്ചിട്ട് വാ എന്നൊക്കെ പറയുമ്പോ കൃഷ്ണമോള് പോയിട്ട് വിളിക്കുന്നുണ്ടേലും രോഹിത് അങ്ങ് ദേഷ്യപ്പെടാണ്. പോയ പോലെ തന്നെ കൃഷ്ണമോള് തിരിച്ചു വരും. അപ്പൊ താഴെ അലീനയും ബാലേന്ദ്രനൊക്കെ ഉണ്ടാകും. എന്നിട്ട് കൃഷ്ണമോള് പറയും, രോഹിയേട്ടന് ഫുഡ് വേണ്ടെന്നാണ് പറഞ്ഞത് ചേച്ചി. രോഹിയേട്ടനാകെ ടെൻഷനിലാണ്, അച്ഛനൊന്ന് പോയി ചോദിച്ചു നോക്ക് എന്നൊക്കെ പറയുമ്പോ ബാലേന്ദ്രൻ രോഹിത്തിന്റെ അടുത്ത് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് കടന്നു വരുന്നത്. സിഐയും SI ഒക്കെ ഉണ്ടായിരിക്കും. എന്നിട്ട് അവര് ചോദിക്കും, തന്റെ മകൻ എവിടെയോ? അവൻ ഇവിടെ ഉണ്ട് സാറേ, എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പറയാൻ താൻ ആദ്യം ആ വൃത്തികെട്ടവനെ വിളിക്കി. അപ്പോ ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയും, മോളെ നീ പോയിട്ട് രോഹിത്തിനെ വിളിച്ചിട്ട് വാ. അന്നേരം ഒരു പോലീസുകാരൻ ഹരിയെയും കുറച്ച് ചെറുപ്പക്കാരൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കാണ്. അതിൽ ഹരിയെ കാണുമ്പോ ബാലേന്ദ്രന്റെ ആകെ ഞെട്ടുന്നുണ്ട്. അവന്റെ കയ്യിലൊക്കെ വിലം കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ അങ്ങോട്ട് രോഹിത് വരും. പോലീസിനെ കണ്ട് രോഹിത് ഭയന്നോടാനായിട്ട് ശ്രമിക്കുമ്പോ ഒരു SI വന്നുകൊണ്ട് രോഹിത്തിനെ പിടികൂടി കരണ്ടടിച്ചൊന്ന് പൊട്ടിക്കാണ്. എന്നിട്ട് ബാലേന്ദ്രനോട് പറയും,
തന്റെ മകൻ ചെയ്ത കുറ്റം എന്തെന്ന് തനിക്ക് അറിയണ്ടേ? തന്റെ മകനും ആ നിൽക്കുന്നവന്മാരും ചേർന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ആ പെൺകുട്ടി ഇപ്പോ ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോ ബാലേന്ദ്രനാകെ ഞെട്ടി നിൽക്കാണ്. അവരുടെ മുന്നിൽ വെച്ച് രോഹിത്തിന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാണ്. എന്നിട്ട് പോലീസുകാർ അവരെല്ലാം പിടിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. ബാലേന്ദ്രനാണെങ്കിൽ ഈ ഒരു വാർത്ത കേട്ടിട്ട് നെഞ്ഞൊക്കെ വേദനിച്ച് വികാരായിട്ട് പോവാണ്. അലീനയും കൃഷ്ണമോളും ചേർന്നുകൊണ്ട് ബാലേന്ദ്രനെ എങ്ങനെയൊക്കെയോ പിടിച്ചു താങ്ങി തറയിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രന്റെ മെഡിസിൻ ഒക്കെ അലീന കൊടുക്കും. എന്നിട്ട് അലീനയും കൃഷ്ണമോളും ചേർന്നുകൊണ്ട് ബാലേന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു അറസ്റ്റോട് കൂടി രോഹിത് നല്ലവനാകും. എന്തായാലും വരാൻ പോകുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണ് ഇത്. നോവലിലുള്ള സെയിം സ്റ്റോറിയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.